ഭീകരസംഘടനയായ IS മാതൃകയിൽ കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന കേസിലെ പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്. കൊച്ചി NIA കോടതിയുടേതാണ് ഉത്തരവ്. വിവിധ വകുപ്പുകൾ പ്രകാരം 25 വർഷം കഠിന തടവുണ്ടെങ്കിലും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന കേസിൽ 2018 റിയാസ് അബൂബക്കർ NIAയുടെ പിടിയിൽ ആയത്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസിനെതിരെ ചുമത്തിയ UAPA വകുപ്പുകൾ അടക്കമുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്ന് NIA കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 10 വർഷം കഠിന തടവ് കൂടാതെ 1,25,000 രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. റിയാസ് ജയിലിൽ കഴിഞ്ഞ കാലാവധി ശിക്ഷയിൽ ഇളവ് ചെയ്യും. 2016 കാസർഗോഡ് നിന്ന് ISൽ ചേരാൻ പോയെന്ന് കരുതുന്ന 14 പേരെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് 2018 റിയാസ് NIAയുടെ പിടിയിലായത്. ഇയാൾക്കൊപ്പം പിടിയിലായ കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈസൽ, കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിദ്ദിഖ് എന്നിവരെ NIA മാപ്പുസാക്ഷികളാക്കിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെത്തിയ ഇവരുമായി റിയാസ് ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് NIA പറയുന്നത്. IS നേതാവായ അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് റിയാസ് ചാവേർ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. ശ്രീലങ്കൻ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത സഹ്റാൻ ഹാഷിമുമായി ചേർന്ന് കേരളത്തിലും സ്ഫോടന പരമ്പരയ്ക്ക് ലക്ഷ്യമിട്ടെന്നും ഇതിനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സമൂഹമാധ്യമങ്ങൾ വഴി ശ്രമം നടത്തിയെന്നും NIA കുറ്റപത്രത്തിൽ പറയുന്നു. UAPAയിലെ സെക്ഷൻ 38, 39 വകുപ്പുകളും ഗൂഢാലോചനയടക്കമുള്ള IPC 120B കുറ്റങ്ങളുമാണ് റിയാസിന് മേൽ ചുമത്തിയിരുന്നത്. കേസിൽ അറസ്റ്റിലായ റിയാസ് 5 വർഷത്തിലേറെയായി ജയിലിലാണ്. റിയാസിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും റെയ്ഡിനിടെ വീട്ടിൽ നിന്ന് പിടികൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും തെളിവായി NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഗുരുതര സ്ഫോടനങ്ങൾക്കാണ് പ്രതി ലക്ഷ്യമിട്ടതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.